കുറച്ച് ചോറും അതുപോലെ തന്നെ അരിപ്പൊടി ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ അതാ 1 കപ്പ് ചോറ് മാത്രം മതി ഇത് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ നമ്മളെ സാധാ അരിപ്പൊടിയില്ലേ, പാക്കറ്റ് അരിപ്പൊടി ആയാലും കുഴപ്പമില്ല. അതുപോലെ തന്നെ നമ്മളെ സാധാ പുഴുങ്ങലരിൻ്റെ പൊടിയില്ലേ, അതായാലും ഒന്നും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇതാ എന്തായാലും ഉച്ചയ്ക്ക് ശേഷമൊക്കെ ബാക്കി കുറച്ച് ചോറെങ്കിലും ഉണ്ടാവില്ല. അപ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്ക്. അപ്പം നമ്മളെ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് മറന്നു പോകാണ്ട് ലൈക്ക് ബട്ടൺ ഒന്ന് ആദ്യം ഒന്ന് പ്രസ് ചെയ്തിട്ടൊന്ന് കാണണേ. അപ്പോൾ ഇതാ ഞാനിതാ സാധാ പാക്കറ്റ് അരിപ്പൊടിയില്ലേ, നമ്മളെ പത്തിരിപ്പൊടി ഇടിയപ്പത്തിൻ്റെ പൊടിയൊക്കെ ഈ ഒരു പൊടിയാണ് എടുത്തത്. അപ്പോൾ അതാ 1 കപ്പ് ചോറും അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം തന്നെ 1/4 കപ്പ് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അരിപ്പൊടി കൂടുതലായിട്ട് വേണമെന്നില്ല, കുറച്ച് മാത്രം മതിയാവും കേട്ടോ. ഇതാ ഇതിലേക്ക് നമുക്ക് ഏലക്ക ചേർത്ത് കൊടുക്കുക. 2-3 കായ് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങളെ കയ്യിൽ ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതിയാവും. ഞാനിപ്പോൾ ഏലക്കായൻ്റെ കുരുവാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതാ ഇതിലേക്ക് കുറച്ച് മാത്രം നല്ല ജീരകം കൂടിയും ചേർത്ത് കൊടുക്കുക. 1/2 ടീസ്പൂൺ മാത്രം മതിയാവേ. 1 മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുക. ഏകദേശം ഒരു മുങ്ങിക്കിടക്കാനുള്ള പാകത്തിന് വെള്ളം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഞാൻ കാണിച്ചു തരാം ഇതിൻ്റെ പരുവം എങ്ങനെ വരേണ്ടതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും എത്ര വെള്ളം വേണ്ടിയതെന്ന് കേട്ടോ. അപ്പോൾ ഇതാ ഇതിലേക്ക് ഇനിയിപ്പോൾ നമുക്ക് 1 നുള്ളു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കണം. കൂടി പോകരുത് കേട്ടോ, 1 നുള്ളു മാത്രം മതിയാവും. ഇനി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരം നിങ്ങൾക്ക് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ അത്രയും മധുരം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ പാകത്തിനുള്ള മധുരമാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ ഇതാ അത് ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് അടിച്ചെടുക്കുക. അപ്പോൾ ഇതാ ഇതേപോലെയാണ് നമുക്ക് വേണ്ടത്. അധികം ലൂസും ആയിട്ടല്ല, അധികം ടൈറ്റ് ആയിട്ടല്ല കേട്ടോ. ഏകദേശം നമ്മൾ കേക്കിൻ്റെ ഇതൊക്കെ ചെയ്യല്ലേ അതുപോലെ മതി കേട്ടോ. ഇതാ ഇത് മുഴുവനായിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതാ ഇത്രയും മതിയാവും. ഇനി ഇത് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് പഴമാണ് വേണ്ടത്. ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഇവിടെ ഏകദേശം 1/2 കിലോ പഴം എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് എത്ര പഴം വേണോ അത്രയും പഴം എടുത്തിട്ട് ചെയ്യട്ടോ. ഇനി ഈ ഒരു പഴത്തിൻ്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ മുഴുവനായിട്ട് ഇതേപോലെ തൊലി ഭാഗമൊക്കെ ഒന്ന് കളഞ്ഞെടുക്കട്ടെ. പഴമൊന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. നമ്മളിതാ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ കട്ട് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ ചെയ്തെടുക്കുന്ന സമയത്ത് നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതാ ഇതേപോലെ ഒന്ന് ചരിച്ച് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒന്ന് ഫ്രൈ ആക്കിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇതേപോലത്തെ ചട്ടിയാകുമ്പോൾ പെട്ടെന്ന് തന്നെ ഉൾഭാഗം വെന്ത് കിട്ടും കേട്ടോ. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ചട്ടി എടുത്തത്. ഇരുമ്പിൻ്റെ ചട്ടിയാകുമ്പോൾ പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പോൾ ഇതാ കുറച്ച് വെളിച്ചെണ്ണ ഓയിലോ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അത് ഒഴിച്ച് കൊടുക്കുക. മാവിലേക്ക് മുക്കി കൊടുത്തിട്ട് നമുക്ക് ഈ വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ നല്ല ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഇതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിട്ട് കൊടുക്കുന്ന സമയത്ത് നല്ലോണം പൊങ്ങി വരും കേട്ടോ. ചോറും അതുപോലെ തന്നെ മുട്ടയും കൂട്ടിയത് കൊണ്ട് തന്നെ നല്ല പൊങ്ങി വരും കേട്ടോ. നല്ല അടിപൊളി പഴംപൊരി ആണിത്. ഇതേപോലെ ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്കുക. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പഴംപൊരിയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഇത് നല്ലോണം ഒന്ന് മൊരിഞ്ഞ് വരട്ടെ.
ഒരു സൈഡ് ഗോൾഡൻ കളറായി കഴിഞ്ഞാൽ ഇതേപോലെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം മുഴുവനായിട്ടും ഇതേപോലെ ഒന്ന് തിരിച്ചു മറിച്ചിട്ട് കൊടുത്തിട്ടൊന്ന് വേവിച്ച് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇപ്പോൾ ഇതാ നല്ല അടിപൊളി പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ ഒന്ന് ചെയ്ത് നോക്കിട്ടോ. കണ്ടില്ല, നല്ല വീർത്ത് വന്നത് നല്ല സൂപ്പറായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതാ ഇത് ഞാൻ ഇതിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അടുത്തതും കൂടി ഞാൻ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം മുഴുവനായിട്ട് ഞാൻ ഇതേപോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു മാവ് ഇത്രയും ടൈറ്റ് ആക്കിയത് എന്താണെന്ന് വെച്ചാൽ പഴത്തിൻ്റെ മുകളിൽ പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് 3 ഞാൻ ഇട്ട് കൊടുത്തിട്ട് ഞാൻ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ കണ്ടില്ല, നല്ല ബോള് പോലെ പൊങ്ങി വന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു പഴംപൊരി ഇഷ്ടമാവോ? ഇതേപോലെ ഒന്ന് ചെയ്യാത്തവരുണ്ടെന്ന് ചെയ്ത് നോക്ക്. ചോറ് കൂട്ടിയിട്ടാണ് ചെയ്തതെന്ന് ആരും പറയില്ല കേട്ടോ. അതുപോലെ തന്നെ അരിപ്പൊടി വെച്ചിട്ടാണ് ചെയ്തതെന്നും ആരും പറയില്ല. കാരണം നല്ല സോഫ്റ്റാണ് കേട്ടോ പൊരിച്ചെടുത്ത് കഴിഞ്ഞാൽ. അപ്പോൾ ഇതേപോലെ ചെയ്യാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് എഴുതി അറിയിക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഇതേപോലെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കട്ടെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ലൈക്ക് കൊടുക്കാൻ മറന്നു വെറുതെ. അപ്പോൾ അടുത്ത പുതിയ വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും.